ഹലോ ഹലോ ഹലോ, എവിടെ പോകുന്നു? ഞാൻ പണിക്ക് പോകുന്നു. വള്ളം പണിക്ക് പോകാൻ പോകുന്ന എന്തോ പുതിയ ടാറ്റു ഒക്കെ അടിച്ചെന്ന് പറഞ്ഞല്ലോ? 2 ടാറ്റു കൂടെ അടിച്ചിട്ടുണ്ട്. അന്ന് നമ്മള് വീഡിയോ ചെയ്തപ്പോ 2 ടാറ്റു ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. എവിടെ ആരെയൊക്കെ ചെയ്ത? ഒന്ന് നെഹ്റു, ഒന്ന് നമ്മുടെ ഭാരതം. നെഹ്റു നമ്മുടെ ഫ്ലാഗുമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്താലോ? ശരി, ഒന്ന് കാണിച്ചു കൊടുത്തേ. ഷർട്ട് ഒന്ന് ഊരി കാണിച്ചു കൊടുക്ക്. പിന്നെ എങ്ങനെ നമുക്ക് കാണുന്നത്? ഇപ്പൊ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിനെ തന്നെ കാണാം കേട്ടോ. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭാരതി അദ്ദേഹത്തിനെ കാണാൻ പറ്റും. പിന്നെ അതിനുശേഷം ഇപ്പോൾ റീസണലായിട്ട് ചെയ്തതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് താഴെ വന്നാൽ കാണാൻ പറ്റുന്നത് മോദിജിയാണോ ഇത്? ഇന്ത്യൻ മോദി. ഇന്ത്യൻ മോദി എന്നാണ് എഴുതിയിരിക്കുന്നത്, കാണുന്നുണ്ട്. ഇന്ത്യൻ മോദി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ജോണ, എന്താ ഇങ്ങനെ മോദിജിയുടെ ഇത് ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ അടിക്കാനായിട്ട് എന്താ കാരണം? നല്ല മനുഷ്യൻ ഈ ലോകത്ത് അവര് തന്നെ പിന്നെ അടുത്തും പ്രധാനമന്ത്രിയായിട്ട് വരണം, ഇന്ത്യൻ മന്ത്രിയായിട്ട് അവര് തന്നെ വരണം. പിന്നെ അടുത്ത പ്രാവശ്യവും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരും. വരാതിരിക്കില്ല, വരും. അവര് വോട്ട് കിട്ടിയില്ലെങ്കിൽ അവര് ഇന്ത്യൻ മന്ത്രി ആവണം. ഇന്ത്യൻ മന്ത്രി എന്നാ പ്രധാനമന്ത്രി ആകണം. വോട്ട് കിട്ടാതെ ജയിക്കാണ്ട് എങ്ങനെയാ മന്ത്രി ആകുന്നത്? അവര് ഇപ്പൊ പറയാമെങ്കിൽ അളിയന്റെ അടുത്ത് പറയാമെങ്കിൽ അവര് വോട്ട് കിട്ടിയില്ലെങ്കിൽ അവര് മന്ത്രി തന്നെ, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ. അത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. എന്തെന്നറിയാമോ? അവര് വിടുന്ന കാശാണ് ഈ നാട്ടിൽ വിടുന്ന പാവങ്ങൾക്ക്, മത്സ്യത്തൊഴിലാളിക്ക് കോടിക്കണക്കാണ് അവർ വിടുന്നത്. ആ പണമെല്ലാം വോട്ട് ചെയ്യുന്ന പല ആൾക്കാർ. പക്ഷെ ആ പാവട്ടവന് എന്തിനാണ് കുറ്റം പറയേണ്ട കാര്യം? എന്താണ്? ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യരുണ്ടെങ്കിൽ ഇന്ത്യൻ മോദി, നരേന്ദ്രമോദി തന്നെ അടുത്ത് ഇത് ഇപ്പോഴും പറഞ്ഞാൽ എപ്പോഴും അവർ തന്നെ ഇരിക്കണം. മരിക്കുന്ന കാലമായിരിക്കും ആ മോദി അപ്പൂപ്പൻ തന്നെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ജോണിന്റെ അഭിപ്രായം നമ്മുടെ എല്ലാ കൂട്ടുകാരും കേട്ട് കാണുമല്ലോ. അപ്പൊ ഇപ്പോ ജോണ് നമ്മുടെ MLA ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ജോണിന്റെ വോട്ട് ആർക്കാ കൊടുക്കുന്നത്? ഞങ്ങളുടെ ഫാമിലി വോട്ട് മൊത്തം താമരയ്ക്ക് തന്നെ കൊടുക്കും. അതിൽ മാറ്റമില്ല. ഇല്ലല്ല, ഞങ്ങളുടെ വോട്ട് മൊത്തം BJP തന്നെ. ശരി, അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി ബാക്കിയുള്ള ടാറ്റൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോണിന്റെ ഇടത് കൈയില് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഓക്കെ, എന്നാ ഇനി നമുക്ക് ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ. ബാക്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച വ്യോമിക സിംഗും അതുപോലെ നമ്മുടെ സോഫിയ ഖുറേഷിയുമാണ് കാണാൻ പറ്റുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു ഇത് അറിയാമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ പകൽഗാമിലുള്ള ആ ഒരു ആക്രമണത്തിന് ശേഷം. അടുത്ത് കാണുന്നത് നമുക്ക് APJ അബ്ദുൽ കലാം അല്ലേ? ഓക്കെ, എന്നാലും ജോണിൻ്റെ ആ മുതുകത്ത് കാണുന്നത് ഏറ്റവും വലിയൊരു ചിത്രമായിട്ട് തന്നെയാണ് നമ്മുടെ APJ നമ്മുടെ അബ്ദുൽ കലാം അദ്ദേഹത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് ജോണിൻ്റെ വലത് കൈയിലാണ് സുഭാഷ് ചന്ദ്രബോസിനെ ചെയ്തിട്ടുള്ളത്. ഇനി വേറെ ഏതാ? നെഹ്റു എന്താ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതാണ് നെഹ്റു. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ ഇപ്പോഴായിട്ട് ചെയ്തതല്ലേ? ഓക്കെ, അപ്പം ജോണ ഇപ്പം ഇത് അടുത്ത I love you ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് 10ൽ കൂടുതലുണ്ടല്ലോ ജോണ, 10ൽ കൂടുതലുണ്ട്. ശരി ജോണ, ഇപ്പം ഇതെല്ലാം കൂടെ എത്ര ആയി കാണും? ഇതിനു മുമ്പേ മറ്റേ വീഡിയോ എടുത്തപ്പോ 1.5 ലക്ഷം രൂപയായി. ഇത് 5000 രൂപയായി. പിന്നെ ഇത് 2000 രൂപയായി. 2000. അപ്പൊ ഏതായാലും 1,75,000 രൂപയുടെ ടാറ്റു ആണ് നമുക്ക് ജോണിന്റെ ശരീരത്തിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ എനിക്ക് വേറെ ആരും കാശൊന്നും തരണ്ട. താമരപരൻ എന്ന് പറഞ്ഞാൽ BJP അവര് ഈ വീഡിയോ കണ്ടിട്ട് മോദി കണ്ടാലും കുഴപ്പമില്ല, മോദി കാണണം. എനിക്ക് അവരെന്തെങ്കിലും എനിക്ക് കാശ് തരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നല്ല മനുഷ്യന്മാരെ ടാറ്റു അടിക്കാമുണ്ട്. ഓക്കെ ജോണേ, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇനിയും ഇവിടെ വേറെ ആരെങ്കിലും ടാറ്റു ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? പിന്നെ 10 പേര് ഇവിടെ ഉണ്ട്. 10 ആൾക്കാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി 10 ആൾക്കാരുണ്ട്. സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത 10 പേര് ഇനി ചെയ്യാനുണ്ട്. ജോണ് പറയുന്നത് കേട്ടോ, ഇനി ഏകദേശം 10 പേരുടെ ടാറ്റു കൂടെ ഇനി ഈ ശരീരത്തിൽ ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. എന്തെന്നറിയാമോ? ഞാൻ കടലിൽ കിട്ടുന്ന കാശ് കൊണ്ട് ഒതുക്കി എന്റെ ചെലവ് മിച്ചമുള്ള കാശാണ് വെച്ചിരുന്നാണ് ഞാൻ ഒതുക്കിയാണ് ഇത്രയും ടാറ്റു അടിക്കുന്നത്. അപ്പൊ ഇപ്പൊ കടലില് മത്സ്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ പണിക്ക് പോയി കിട്ടിയാലും ഞാൻ ഒതുക്കും. പക്ഷെ എനിക്ക് വേറെ ഒരു പാർട്ടിക്കാർ തരണ്ട. എനിക്ക് BJP മാത്രമേ എനിക്ക് കാശ് തന്ന ഒരുപാട് ടാറ്റു പിന്നെ അടിക്കാറുണ്ട്. ശരി, ജോണിന്റെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ BJP-കാരെയാണോ? അത്രേ ഉള്ളു. എനിക്ക് BJP തന്നെ. എന്റെ I love ഇന്ത്യ എന്ന് പറയുന്നത് BJP തന്നെ. എന്നാലും ഒരു മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ ജോണ് BJP-നെ ഇത്രയും സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വലിയൊരു കാര്യം തന്നെയാണ്.
ജോണിന് ഇങ്ങനെ ഒരു ടാറ്റു ഒക്കെ ഈ ശരീരത്തിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രചോദനം എന്താണ്, അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താ? ഞാൻ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയെ കുറിച്ച് ആരാണ് ഇത്രയും നല്ലവർ ആരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യന്മാരാണ് ഇതെല്ലാം, മോദിയോടെ ചേർത്ത്. അപ്പോൾ ഞാൻ ഇത് പഠിച്ചു കണ്ടാണ് ഇത്രയും ടാറ്റു. പക്ഷേ മോദി അന്ന് അവിടെ യുദ്ധം നടന്ന സമയം പറഞ്ഞ ഒരു വാക്കാണ്, എന്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു മക്കളെങ്കിലും പാകിസ്ഥാൻ്റെ പറഞ്ഞു, ഇന്ത്യയിൽ മക്കളിൽ ഏതെങ്കിലും ഒരു മക്കളെ ശരീരം തൊട്ടാൽ എൻ്റെ പാകിസ്ഥാൻ നാട് ഞാൻ ഇല്ലാതാക്കും. അങ്ങനെയാണ്, അതാണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് കിട്ടിയതല്ലേ? അത് ഞാൻ കേട്ടപ്പോഴാണ് മോദി അപ്പൂപ്പനെ ടാറ്റു അടിച്ചത്. അത്ര ഇഷ്ടപ്പെട്ടത്. ജോണ ഇനിയിപ്പം ഇങ്ങനെ ഇത്രയും ടാറ്റുകൾ ചെയ്തല്ല, അപ്പൊ ഇനി ജോണിന്റെ ഒരു ആഗ്രഹം എന്താ? ഈ ടാറ്റു കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും കാണണം, ആരെങ്കിലും ജോണിനെ തേടി വരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഉയിരോടെ ഇരിക്കുന്നത് മോദി അപ്പൂപ്പനും ആ 2 ചേച്ചിമാരും, കമാൻഡോ ഓപ്പറേഷൻ, ഇവര് 3 പേര് കണ്ടാൽ മാത്രം മതി. കണ്ടവര് എപ്പോഴെങ്കിലും കണ്ടുന്നവര് ഇന്ത്യൻ അപ്പൂപ്പൻ, അതായത് അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ മോദി അപ്പൂപ്പൻ എന്നെങ്കിലും ഈ ഫോട്ടോ ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ അവർ എന്നെ കാണാൻ വേണ്ടി വരും. തീർച്ചയായിട്ടും അതൊരു വിശ്വാസമാണ്. അപ്പൊ എന്തായാലും അല്ലെങ്കിൽ ആ 2 ചേച്ചിമാരെങ്കിലും വരത്തിന്റെ ചെയ്യും. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച വ്യോമിക സിംഗ് അതുപോലെ സോഫിയ ഖുറൈഷി അവർ കാണുകയാണെങ്കിലും ജോണിനെ വന്ന് കാണും എന്നാണ് എല്ലാവരും വിശ്വാസമാണ്. എന്തായാലും ജോണിന്റെ ഈ വിശ്വാസങ്ങളും ഈ ഒരു ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ബൈ.